T20 ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ പടുത്തുയർത്തിയ കൂറ്റൻ സ്കോറിന് പിന്നിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നടപ്പിലാക്കിയ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ക്രിക്കറ്റ് അധികായർ ഇപ്പോൾ സഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. വിൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും നേടിയ അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിലായിരുന്നു സഞ്ജു ബാറ്റിംഗിനിറങ്ങിയത്. T20 ലോകകപ്പ് ഫൈനൽ പോലൊരു വലിയ മത്സരത്തിൽ അത്തരം തന്ത്രങ്ങൾ നടപ്പിലാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഫൈനലിലേക്ക് കടക്കുമ്പോൾ നല്ലൊരു തുടക്കം ലഭിക്കുക എന്നത് ഏതൊരു ടീമിനും പ്രധാനമാണ്. സഞ്ജു സാംസണിലൂടെയും അഭിഷേക് ശർമ്മയിലൂടെയും ഇന്ത്യ കൃത്യമായി അത് തന്നെ ചെയ്തു. എന്തൊരു ഉജ്ജ്വലമായ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പായിരുന്നു അത്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്ന് നേടിയ 2 തകർപ്പൻ അർദ്ധ സെഞ്ചുറികളുടെ ആത്മവിശ്വാസത്തിലാണ് സഞ്ജു സാംസൺ ഈ മത്സരത്തിലേക്ക് എത്തിയത്. ആ ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ടുതന്നെ ലളിതമായ ചില തന്ത്രങ്ങളിലൂടെ മുന്നോട്ടു പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് ലളിതമായി തോന്നാമെങ്കിലും T20 ലോകകപ്പ് ഫൈനൽ പോലൊരു വലിയ മത്സരത്തിൽ ഇത് നടപ്പിലാക്കുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ശൈലിയിൽ ഉറച്ചുനിന്ന് കളിച്ച സഞ്ജു സാംസണ് വലിയൊരു കയ്യടി നൽകണം. സഞ്ജുവിനെ കുറിച്ച് ഹോഗ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ടീമിനെ പ്രശംസിച്ച് മുൻ പാക് താരം ഷാഹിദ് അഫ്രീദിയും രംഗത്തെത്തി. ഇന്ത്യയുടേത് മികച്ച ടീം കോമ്പിനേഷൻ ആയിരുന്നെന്നും പകരക്കാരുടെ ബെഞ്ചടക്കം കരുത്തുറ്റതായിരുന്നെന്നും അഫ്രീദി പറഞ്ഞു. സഞ്ജു സാംസൺ അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച അവസരത്തിൽ മികച്ച ബാറ്റിംഗിലൂടെ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്ത് അത് മികച്ചതാക്കി. ഫൈനലിൽ അഭിഷേക് ശർമ്മയും നന്നായി കളിച്ചു. ഇഷാൻ കിഷനും പാകിസ്ഥാനെതിരെ കളിച്ചതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ജസ്പ്രീത് ബുംറ അവരുടെ ബൌളിംഗിന്റെ നട്ടെല്ലായിരുന്നു. അദ്ദേഹം തന്റെ മികച്ച പ്രകടനങ്ങളിലൂടെ ഏറെക്കാലമായി ഇന്ത്യയെ തോളിലേറ്റുന്നു. അദ്ദേഹം ഏറ്റവും മികച്ച ബൌളർമാരിൽ ഒരാളാണെന്നും അഫ്രീദി വ്യക്തമാക്കി. തുടർച്ചയായി 2ാം തവണയും ICCയുടെ T20 ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ വാനോളം പ്രശംസിച്ചിരിക്കുകയാണ് മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്റുദ്ദീൻ. പക്ഷേ മിന്നുന്ന പ്രകടനങ്ങളിലൂടെ ടീമിന്റെ ഹീറോയും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റുമായി മാറിയ സഞ്ജു സാംസണിനെ കുറിച്ച് പരസ്പര വിരുദ്ധമായ അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സഞ്ജു സാംസൺ ആളുകളുടെയോ ടീമിലേക്ക് തിരഞ്ഞെടുത്തവരുടെയോ പ്രതീക്ഷയ്ക്കൊത്തുയർന്നിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ പക്വത നേടിയിരിക്കുകയാണ്. വിക്കറ്റിൽ തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂവെന്ന് മനസ്സിലാക്കാൻ സഞ്ജുവിന് സമയമെടുക്കേണ്ടി വന്നു. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ റൺ എടുക്കാൻ കഴിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വളരെയധികം കഠിനാധ്വാനം നടത്തിയിട്ടുണ്ടെന്നാണ് ലോകകപ്പിലെ അവസാനത്തെ 3 മത്സരങ്ങളിൽ സഞ്ജുവിന്റെ പ്രകടനം കാണിച്ചു തരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിന്റെ പക്കൽ ഒരുപാട് സമയമുണ്ടായിരുന്നു. അസാധാരണ പ്രതിഭയും അദ്ദേഹത്തിനുണ്ട്. അസറുദ്ദീന്റെ വാക്കുകൾ പിന്നീട് ഇങ്ങനെയായി: ICCയുടെ T20 ലോക കിരീടം 2 തവണ സ്വന്തമാക്കിയ ഇന്ത്യൻ ടീം 2028ലും ചാമ്പ്യന്മാരായി ഹാട്രിക് തികയ്ക്കുമെന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്ന് മുഹമ്മദ് അസ്റുദ്ദീൻ അഭിപ്രായപ്പെട്ടു. ഈ ലോകകപ്പിൽ നമ്മുടെ ടീമിന്റെ പ്രകടനത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടീം വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു. തുടർച്ചയായി 2ാം തവണയാണ് നമ്മൾ T20 ലോകകപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ അവർ ഹാട്രിക് കിരീടവും സ്വന്തമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുഴുവൻ ടീം അംഗങ്ങൾക്കും സ്റ്റാഫുമാർക്കും അഭിനന്ദനങ്ങൾ. വളരെ ഉജ്ജ്വലമായി തന്നെ അവർ കളിച്ചു, അസർ പറഞ്ഞു. ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യൻ ടീം ഒരുപോലെ ശക്തരാണെങ്കിലും ഫീൽഡിംഗിലെ പ്രകടനത്തെ വിമർശിക്കുകയും ചെയ്തു. ഇന്ത്യൻ ടീം വളരെയധികം ശക്തരാണ്. ബാറ്റിംഗിലും ബൌളിംഗിലുമെല്ലാം ടീമിന് നല്ല ആഴവുമുണ്ട്. ഫീൽഡിംഗും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ചില മത്സരങ്ങളിൽ അവർ അസാധാരണ ക്യാച്ചുകൾ എടുത്തിരുന്നു. അത്തരം ഫീൽഡിംഗ് മുഹൂർത്തങ്ങൾ കളിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ത്യൻ ടീം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതി തുടർന്നാൽ അവരെ തോൽപ്പിക്കുകയെന്നത് ഏത് ടീമിനും കഠിനമായിരിക്കും. ഇന്ത്യ വളരെ മോശമായി കളിച്ചെങ്കിൽ മാത്രമേ എതിർ ടീമുകൾക്ക് സാധ്യതയുള്ളൂവെന്നും അസർ കൂട്ടിച്ചേർത്തു.